അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി പൊരുളുകാരൻ പറയുന്നത് നാലാമത്തെ സൂറത്ത് ബഖറയിലെ 4-ാമത്തെ ആയത്താണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. നിനക്ക് അവതീർണമായതിലും നിനക്ക് മുമ്പ് അവതീർണമായതിലും ബോധ്യമുള്ളവർ. നിനക്ക് അവതീർണമായതിലും നിനക്ക് മുമ്പ് അവതീർണമായതിലും ബോധ്യമുള്ളവർ, മറ്റൊരു ലോകത്തെക്കുറിച്ച് ഉറപ്പുള്ളവർ. ഇവിടെ നിനക്ക് അവതീർണമായതിലും നിനക്ക് മുമ്പ് അവതീർണമായതിലും ബോധ്യമുള്ളവർ, ഈ ബോധ്യവും വിശ്വാസവും ഒന്നാണോ? ഇവിടെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ആമന എന്ന പദമാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ഒരു സംഗതി ഒരാൾക്ക് ബോധ്യമാവുന്നു എന്ന് വെച്ച് അയാളത് അംഗീകരിച്ചു കൊള്ളണമെന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ മനസ്സാ അംഗീകരിക്കുകയും അത് സത്യമാണെന്ന് ഏറ്റ് പറയുകയും ചെയ്യുമ്പോഴാണ് അയാളിൽ ഈമാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ദൈവവിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസം, ഈമാൻ, അത് ദൈവമുണ്ട് എന്ന് ബോധ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിനുള്ള വിശ്വാസമാവുമോ? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം സത്യപ്രവാചകനാണ് എന്ന് ബോധ്യമുള്ള ഒരു ധാരാളം ആളുകൾ ലോകത്ത് മുസ്ലിങ്ങൾക്ക് പുറത്തുമുണ്ട്. പക്ഷേ ഇവർ ഇതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായിത്തീരുമോ? മുഹമ്മദ് നബിയുടെ റിസാലത്ത് അംഗീകരിച്ചവരായിത്തീരുമോ? അതിൽ വിശ്വാസമുള്ളവരായിത്തീരുമോ? ഇത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പൊരുളുകാരനാണ് മറുപടി പറയേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ ബോധ്യവും അംഗീകരിക്കുക, വിശ്വസിച്ച് അംഗീകരിക്കുക എന്നതും രണ്ട് സംഗതിയാണെന്നുള്ളതാണ് വസ്തുത. ഒരാൾക്ക് ബോധ്യമുണ്ട് എന്നതുകൊണ്ട് അയാളത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അത് പല കാരണങ്ങളാൽ അയാൾ അതിനെ നിരാകരിച്ചു എന്ന് വരാം. അപ്പോൾ അത് ബോധ്യമാവുകയും അതേ അവസരം അത് സ്വയം ഉൾക്കൊള്ളാൻ സന്നദ്ധനാവുകയും ചെയ്യുമ്പോഴാണ്, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് മൂമിൻ എന്ന് പറയുന്നത്. ആ മൂമിനെയാണ് ഇവിടെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ പൂർവ്വവേദങ്ങളെ സംബന്ധിച്ചുള്ള പൊരുളുകാരൻ്റെ വിശദീകരണം, മാനവകുലത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം വെളിച്ചം വിതറിയ പ്രവാചകന്മാരും അവരിലൂടെ അവതരിച്ച വേദങ്ങളും നിത്യസത്യങ്ങളും ഈശ്വരീയവുമാണെന്ന ബോധ്യമാർജിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധ്യം മാത്രം പോരാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത്. ലോകത്ത് എവിടെയൊക്കെ മനുഷ്യവാസമുണ്ടായിരുന്നുവോ അവിടങ്ങളിലൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവരിൽ പലർക്കും അവൻ വേദം നൽകിയിട്ടുണ്ട് എന്നുള്ള ബോധ്യമല്ല, അത് വിശ്വസിച്ച് അംഗീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഖുർആൻ അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക എന്ന് പറയുമ്പോൾ പറയുന്നത്. അല്ലാതെ കേവലം ബോധ്യമാർജിക്കലല്ല. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് ഒരു വേദം മറ്റൊരു വേദത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു വേദം മറ്റൊരു വേദത്തെ അപ്രസക്തമാക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ഒരു വേദവും മറ്റൊന്നിൽ നിന്ന് അന്യമോ അപ്രസക്തമോ അല്ല. ഒന്ന് മറ്റൊന്നിനെ നിഷേധിക്കുകയോ അപ്രസക്തമാക്കുകയോ ചെയ്യുന്നില്ല. അതായത് ഉദാഹരണത്തിന് ഖുർആൻ എടുത്താൽ, ഖുർആൻ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങി പേരെടുത്ത് പറഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള വേദങ്ങളെ നിഷേധിക്കുകയോ അപ്രസക്തമാക്കുകയോ അല്ല ചെയ്യണമെന്നുള്ള വസ്തുതയാണ്. ആ വേദങ്ങളൊക്കെ പ്രസക്തങ്ങളായിരുന്നു, ആ വേദങ്ങളൊക്കെ സത്യവുമാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായി തീരാൻ അനിവാര്യമായിട്ടുള്ള ഉപാധിയാണ്. അത് അംഗീകരിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും മുസ്ലിം ആവാൻ പറ്റില്ല. അയാൾ മുത്തഖിയാവില്ല. അപ്പോൾ പൂർവ്വവേദങ്ങൾ ഉണ്ട്, അത് സത്യമായിരുന്നു എന്ന് അയാൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈമാനിനെ സംബന്ധിച്ച് വിവരിച്ചപ്പോൾ
അവിടെ അള്ളാഹുവിൽ, മലക്കുകളിൽ, ദൂതന്മാരിൽ, വേദങ്ങളിലൊക്കെയുള്ള വിശ്വാസം എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണ്? എല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്നതും മുമ്പുള്ളതിൻ്റെ തുടർച്ചയുമാണ്. അതും ശരിയാണ്. എല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നുള്ളതാണ്. കാരണം ഈ വേദങ്ങളും പ്രവാചകന്മാരും ഒക്കെ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ വേദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റതിൻ്റെ തുടർച്ചയുമാണ്. അതായത് ഇപ്പോൾ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിലുണ്ടെന്ന് പറയാവുന്ന അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ എന്ന് പറയുന്നത്. തൗറാത്തിൻ്റെ തുടർച്ചയാണ് സബൂർ, അതിൻ്റെ തുടർച്ചയാണ് ഇഞ്ചീൽ, അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഖുർആൻ. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം ഈ തൗറാത്തും ഇഞ്ചീലും സബൂറും എന്ന് അതിൻ്റെ ശരിയായ രൂപത്തിൽ നിലവിലുണ്ടോ എന്നത് ആണ് ഒരു പ്രശ്നം. നിലവിലുണ്ട് എന്നാണെങ്കിൽ അതെവിടെ? നിലവിലുള്ള ബൈബിളിലെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഈ തൗറാത്താണോ, അതോ തൗറാത്തിലെ തത്വങ്ങൾ ഇഞ്ചീലിലെ തത്വങ്ങൾ അവയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണോ? ഇഞ്ചീലിലെയും തൗറാത്തിലെയും സബൂറിലെയും തത്വങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതും അത് തനിയെ തന്നെ ഇഞ്ചീലും തൗറാത്തും സബൂറുമാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇനി ഒന്നൊന്നിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ വസ്തുതകൾ, തത്വങ്ങളാണ് പിന്നീട് വന്ന വേദങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്നതാണല്ലോ. അപ്പോൾ ഒന്നിൻ്റെ തുടർച്ചയായി വരുന്ന ഒന്നിനെ നിരാകരിക്കാൻ പറ്റുമോ? ഇപ്പോൾ തൗറാത്തിൻ്റെ തുടർച്ചയായി വന്ന സബൂറിനെ നിരാകരിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. അവരത് സത്യമാണെന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സബൂറിൻ്റെയും തുടർച്ചയായി വന്ന ഇഞ്ചീൽ, അതും സത്യമാണെന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അവർക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയൂ. എന്നാൽ ഈ തൗറാത്തും ഇഞ്ചീലും സബൂറും അതിൻ്റെ തുടർച്ച ഇന്ന് നിലവിലുണ്ടോ? അതായത് ഇന്ന് അവ അതിൻ്റെ തനതായ രൂപത്തിൽ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ എന്നുള്ള ചോദ്യമാണ് പ്രസക്തം. ഇനി അതിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ള ഖുർആൻ, അതാണല്ലോ ഗ്രന്ഥകാരൻ പറയുന്ന, പൊരുളുകാരൻ പറയുന്നത് ഈ പൂർവ്വവേദങ്ങളുടെ തുടർച്ച തന്നെയാണ് ഖുർആൻ. അപ്പോൾ ഈ പൂർവ്വവേദങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ ഖുർആൻ അംഗീകരിക്കേണ്ടതുണ്ടോ? ഇതും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഖുർആനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇതിൻ്റെ ഒന്നും തത്വങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തൊരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാൾ മുസ്ലിമാവില്ല. കാരണം അതിലൊക്കെ പറഞ്ഞ തത്വങ്ങൾ ഖുർആനിൽ പറഞ്ഞ തന്നെയാണ്. എന്നാൽ മറിച്ച് ഒരു തൗറാത്തിൽ, ഇഞ്ചീലും സബൂറിലും പറഞ്ഞ എന്നതോടൊപ്പം തന്നെ ഖുർആനിൽ പറഞ്ഞ തത്വങ്ങൾ അംഗീകരിക്കാൻ ഒരു ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ വേദങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയോ കുടുംബമോ സമൂഹമോ ആരുമാവട്ടെ, അവരിതിൻ്റെയൊക്കെ തുടർച്ചയാണെന്ന് പൊരുളുകാരൻ തന്നെ പറയുന്ന ഖുർആനിൻ്റെ തത്വങ്ങളെ അംഗീകരിക്കാതിരുന്നാൽ അയാളുടെ ഗ്രന്ഥത്തെ അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരു ജൂതനെ സംബന്ധിച്ച് അയാൾ ഇഞ്ചീലും സബൂറും ഖുർആനും ഒക്കെ നിരാകരിക്കുന്നു എങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ തൗറാത്തിൻ്റെ അനുയായിയാണോ? അതുപോലെ ഇഞ്ചീലിൻ്റെ അനുയായികൾ ഖുർആനിനെ തള്ളിപ്പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഇഞ്ചീലിൻ്റെ അനുയായികളാവുമോ? തൗറാത്തിനെ ഇഞ്ചീലിനെയൊന്നും അംഗീകരിക്കാത്തൊരു മുസ്ലിം അയാൾ മുസ്ലിമാവിലാണുള്ളത് ഉറപ്പാണ്. അതിലൊരു സംശയവുമില്ല. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളാണെന്നും വേദങ്ങളാണെന്നും അത് സത്യമാണെന്നും അയാൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ പറഞ്ഞ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് പോലുള്ള കാര്യങ്ങളും അയാൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അതെവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് നിലവിലുള്ള ബൈബിളിൽ നിന്ന്, ബൈബിൾ പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ. തൗഹീദ് പഴയ നിയമത്തിൽ നിന്ന് ഏറെക്കുറെ കിട്ടിയെന്ന് വരാം, പുതിയ നിയമത്തിൽ നിന്ന് ഏതായാലും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ അത് അതിൻ്റെ വിശദമായിട്ടുള്ള രൂപത്തിൽ കിട്ടുന്നത് വിശുദ്ധ ഖുർആനിന്നാണ്. അതുകൊണ്ട് ഖുർആൻ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വവേദങ്ങളുടെ തത്വങ്ങളും അയാൾ അംഗീകരിക്കുന്നു എന്നത് പ്രായോഗിക രൂപത്തിൽ തന്നെയുള്ളൊരു സംഗതിയാണ്. എന്നാൽ പൂർവ്വവേദങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ അവർ ഇതിൻ്റെ തന്നെ തുടർച്ചയാണെന്ന് പൊരുളുകാരൻ പറയുന്ന ഖുർആനിൻ്റെ തത്വങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ തൗറാത്തിൻ്റെ, ഇഞ്ചീലിൻ്റെ, സബൂറിൻ്റെ ഒക്കെ അനുയായിയായി എണ്ണപ്പെടാൻ പറ്റുമോ? ഇത് അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് അത്തരം
ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒന്നും ബൈബിളിൻ്റെ അല്ലെങ്കിൽ തൗറാത്തിൻ്റെ ഇഞ്ചിലിൻ്റെ ഒന്നും അനുയായികളായി എണ്ണപ്പെടാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നേർക്കുനേരം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. പക്ഷേ താൻ പറഞ്ഞ ഈ സംഗതികളെ നിരാകരിച്ചുകൊണ്ടാണ് അയാൾ പിന്നീട് ഏകമാനവികതയെ സംബന്ധിച്ചുള്ള അയാളുടെ ഉട്ടോപ്യൻ തിയറിയിൽ അയാൾ കാര്യങ്ങൾ കൈയാളുന്നതെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ താനെന്താണ് പറയുന്നത് എന്ന് തനിക്ക് തന്നെ ബോധ്യമില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടി വരിക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വേദങ്ങളുടെ പേരിൽ തർക്കിച്ചും ഭിന്നിച്ചും അന്യതയിൽ നിലകൊള്ളുന്നവർക്ക് വേദം ഉപകരിക്കില്ല എന്നാണ്. ഇവിടെ ഈ തർക്കിച്ചുകൊണ്ട് ഭിന്നിച്ചും അന്യതയിൽ നിലകൊള്ളുന്നവരാരാണ് എന്നത് വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗറാത്തിനെയും ഇഞ്ചീലിനെയും സംബന്ധിച്ച് അവർക്കൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അവർ അന്യതയിൽ നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അന്യതയിൽ നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ആരാ? ഖുർആനിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇഞ്ചീലിനെ അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ജൂതന്മാർ, ഖുർആനെ അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ ഖുർആനെ ഈ വേദങ്ങളൊന്നും അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത മറ്റ് വേദക്കാർ, മതക്കാർ, ഇവരൊക്കെയാണ് ഇവിടെ അന്യതയിൽ നിലകൊള്ളുന്നത്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും വേദങ്ങളും സത്യമായിരുന്നു, സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ കാര്യത്തിലൊന്നും തർക്കിക്കുന്നില്ല. പക്ഷേ നിലവിലുള്ള വേദങ്ങൾ അള്ളാഹു നൽകിയ വേദങ്ങൾ തന്നെയാണോ എന്നതിലാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് തർക്കമുള്ളത്. അതേ വേദങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് അവയൊക്കെ ശരിയാണ്, സത്യമാണ്, തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന അകമ്പൊരുളുകാരനും അദ്ദേഹത്തെ സഹായിക്കുന്ന അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളുമാണ്. അതവർക്ക് സാധ്യമാവാത്ത കാലത്തോളം ഇത് കേവലം ഒരു വാചാടോപ്പം എന്നതിൽ കവിഞ്ഞ് ഇതിനൊരർത്ഥമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. ഖുർആനാകട്ടെ മുഹമ്മദ് നബിക്ക് അവതീർണമായതാണ്. അത് പൂർവ്വവേദങ്ങളുടെ തുടർച്ചയുമാണ്. പൂർവ്വവേദങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഖുർആനിന് നിലനിൽപ്പില്ല. എല്ലാ വേദങ്ങളിലൂടെയും വെളിപ്പെടുന്ന പരമസത്യവും ഒന്നു തന്നെ. ഈ തത്വം ഉൾക്കൊള്ളുന്നവന് ഖുർആൻ വഴികാട്ടിയാണ് ആയി മാറുന്നതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നൊരു സംഗതി, ഖുർആനാകട്ടെ മുഹമ്മദ് നബിക്ക് അവതീർണമായതാണ്. അത് പൂർവ്വവേദങ്ങളുടെ തുടർച്ചയുമാണ്. പൂർവ്വവേദങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഖുർആനിന് നിലനിൽപ്പില്ല എന്നാണ്. പൂർവ്വവേദങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഖുർആനിന് നിലനിൽപ്പില്ല, അത് ശരിയാണ്. പക്ഷേ ഖുർആനിനെ നിരാകരിച്ചുകൊണ്ട്, നേരത്തെ ഞാൻ ചോദിച്ച അതേ ചോദ്യം ഇവിടെയും ആവർത്തിച്ചു വരികയാണ്. ഖുർആനിനെ നിരാകരിച്ചുകൊണ്ട് പൂർവ്വവേദക്കാർക്ക്, ആ വേദങ്ങളുടെ അനുയായികൾ എന്ന നിലക്ക് നിലനിൽപ്പുണ്ടോ അല്ലേ? ഇത് ഇവിടെ വ്യക്തമാക്കേണ്ടത് അകമ്പൊരുളുകാരനാണ്. അത് അദ്ദേഹത്തിന് സാധ്യമാവും എന്ന് തോന്നുന്നില്ല. അദ്ദേഹം അതിന് മെനക്കെടൊന്നും എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെയാണ് എന്നതാണ് അതിന് കാരണം.